السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف مبعوث إلى كافة الأمم محمد وعلى آله وصحبه أجمعين. أما بعد. സത്യവിശ്വാസികളെ, അല്ലാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കൂട്ടരെ പറ്റി നമ്മൾക്ക് പറഞ്ഞു തരികയുണ്ടായി. എന്താണ് അവരുടെ പ്രത്യേകത? ഖിയാമത്ത് നാളിൽ അല്ലാഹു അവരോട് സംസാരിക്കുകയില്ല. അല്ലാഹു അവരിലേക്ക് നോക്കുകയില്ല. അല്ലാഹു അവരെ സംസ്കരിക്കുകയില്ല. അവർക്ക് വേദനാജനകമായ ശിക്ഷയുമുണ്ട്. ഖിയാമത്ത് നാളിൽ അല്ലാഹു സംസാരിക്കാത്ത, അല്ലാഹു നോക്കാത്ത, അല്ലാഹു സംസ്കരിക്കാത്ത വേദനാജനകമായ ശിക്ഷ ലഭിക്കുന്ന കൂട്ടർ ആരാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു ഹദീസാണ് ഇന്ന് ഈ ദർസിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമഹ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. 3 കൂട്ടർ ഖിയാമത്ത് നാളിൽ അല്ലാഹു അവരോട് സംസാരിക്കുകയില്ല, അവരിലേക്ക് നോക്കുകയില്ല, അവരെ സംസ്കരിക്കുകയില്ല. അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. 3 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആവർത്തിച്ചു പറഞ്ഞു. അബൂദർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഖാബു വഖസിറു മൻ ഹും യാ റസൂലല്ലാഹ്? അവർ നഷ്ടക്കാരും പരാജിതരുമാണല്ലോ, അല്ലാഹുവിന്റെ റസൂലെ, ആരാണവർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ബിലു വൽ മന്നാനു വൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹൽഫിൽ കാദിബ്. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ മുസ്ബിൽ, വസ്ത്രം വലിച്ചിഴക്കുന്നവൻ എന്നാണ്. ആളുകൾ വളരെ നിസ്സാരമായി കാണുന്നതും എന്നാൽ അല്ലാഹുവിങ്കൽ ഗുരുതരവുമായ തെറ്റാണ് വസ്ത്രം വലിച്ചിഴക്കൽ. നിര്യാണിക്ക് താഴെ വസ്ത്രം താഴാൻ പാടില്ല, അത് നിഷിദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായ താക്കീതാണ് ഈ രംഗത്ത് നൽകിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാരി ഫഫിന്നാർ. വസ്ത്രത്തിൽ നിന്നും നിര്യാണിക്ക് താഴെ പോയത് നരകത്തിലാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഏത് തരത്തിലുള്ള വസ്ത്രമാണ് എങ്കിലും ധരിക്കുന്ന വസ്ത്രം നിര്യാണിക്ക് താഴെ പോവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ട് എങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീദിനെ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ ഒരിക്കലും ഒരു സത്യവിശ്വാസിയുടെ വസ്ത്രം നിര്യാണിക്ക് താഴെ പോവില്ല. നിര്യാണിക്ക് താഴെ വസ്ത്രം പോവുക എന്നത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. ഏത് രംഗത്തും ഒരു സത്യവിശ്വാസി മാതൃകയാക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. അല്ലാതെ സിനിമയിലും മറ്റും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നടീനടന്മാരെയല്ല. ആളുകളുണ്ട്, അവരുടെ വസ്ത്രത്തിന്റെ ഉയർച്ചയും താഴ്ചയും തലമുടിയുടെയും താടിയുടെയും ഷേപ്പുകളും ചില അഭിനേതാക്കളെ അനുകരിച്ചുകൊണ്ടാണ് അവർ രൂപപ്പെടുത്തുന്നത്. സത്യവിശ്വാസികൾ അങ്ങനെയാവാൻ പാടില്ല. അവർക്ക് മാതൃക അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന്. അപ്പോൾ വസ്ത്രധാരണ രംഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നിര്യാണിക്ക് താഴെ വസ്ത്രം പോകരുത് എന്നാണ്. ഇനി നമ്മളുടെ വസ്ത്രം നിര്യാണിക്ക് താഴെ പോവാൻ പാടില്ല. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഖിയാമത്ത് നാളിൽ അല്ലാഹു സംസാരിക്കാത്ത, അല്ലാഹു നോക്കാത്ത, അല്ലാഹു സംസ്കരിക്കാത്ത വേദനാജനകമായ ശിക്ഷ ലഭിക്കുന്ന 3 കൂട്ടരിൽ ഒന്ന് നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴച്ച് നടക്കുന്നവനാണ്. ബാക്കി 2 പേർ ആരാണെന്ന് അടുത്ത ദർസിലൂടെ നമ്മൾക്ക് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രംഗത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി ജീവിക്കുവാനുള്ള തൗഫീഖ് നമ്മൾക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.